നമസ്കാരം, എല്ലാവർക്കും ബ്ലാക്ക് കോഫിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള വാഴാനി ഡാമാണ്. ഇത് സ്ഥിതി ചെയ്യുന്നത് വടക്കാഞ്ചേരിയാണ്. തൃശ്ശൂരിൽ നിന്നൊരു അറൗണ്ട് 30 കിലോമീറ്റേഴ്സാണ് അതിൻ്റെ ഡിസ്റ്റൻസ് വരിക. അതായത് വടക്കാഞ്ചേരി വന്നിട്ട് ദെൻ വി ഹാവ് ടു ടേക്ക് എ റൈറ്റ്. അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നേരെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഡാമിലെത്താൻ പറ്റും. ഈ ഡാമിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും മണ്ണുകൊണ്ട് ഉണ്ടാക്കിയതിൽ ഏറ്റവും വലിയ ഡാമാണ്. 1962 നിർമ്മിച്ച് കമ്മീഷൻ ചെയ്ത ഡാമാണ്. അത് മെയിൻലി ഇവിടുത്തെ ജലസേചന ആവശ്യങ്ങൾക്കും മാത്രമല്ല കുടിവെള്ള പദ്ധതികളുടെയൊക്കെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണ്. ഇത് ഇവിടുന്ന് നമുക്ക് ഈ വടക്കാഞ്ചേരി പുഴയുടെ കുറുകെ കിട്ടിയ ഡാമാണ് ഈ വാഴാനി ഡാം എന്ന് പറയുന്നത്. നല്ല ബ്യൂട്ടിഫുൾ ഡാമാണ്, നമുക്ക് കാണാം. അപ്പോൾ എല്ലാവരും കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. ഇതാണ് നമ്മളുടെ വാഴാനി ഡാമിലെ പാർക്കിംഗ് സ്പേസ്. അത് കഴിഞ്ഞാൽ നമുക്ക് എൻ്റർ ചെയ്യാം. ഇവിടുന്ന് ലെഫ്റ്റിൽ കാണുന്ന ഗേറ്റിൽ കൂടെ നമുക്ക് എൻ്റർ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡാമിൻ്റെ സൈറ്റിൻ്റെ ഉള്ളിലേക്ക് എൻ്റർ ചെയ്തു. ഇതാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന വഴി. നല്ല ഭംഗിയുള്ള വഴിയാണ്, പക്ഷെ അത്ര ഹൈ മെയിൻറ്റെയിൻഡോ ഒന്നുമല്ല, പക്ഷെ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് കാണാനൊക്കെ നന്നായിരിക്കും. ഒരു നാച്ചുറൽ ലുക്കാണ് മൊത്തത്തിൽ. ഇപ്പം നമുക്ക് കേട്ടോ, ഇവിടെ ഇതിന് മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇവിടെ ഒരു ആംഫി തിയേറ്റർ എന്ന് എഴുതി വെച്ചിട്ടുണ്ട് ലെഫ്റ്റിൽ. അവിടെ ഇതാണ് നമ്മുടെ ആംഫി തിയേറ്ററിലേക്കുള്ള വഴിയാണത്. സാധാരണഗതിയിൽ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ടാവും അടിയിൽ സ്റ്റേജായിട്ട് മുകളിൽ മൊത്തം ഗാലറി പോലെ ഇരുന്ന് കാണാം. നല്ല ഭംഗിയായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട്, പക്ഷെ അതൊന്നും ആരും ഉപയോഗിക്കുന്നില്ല. ഇവിടെ ആകെ പൂപ്പൽ പിടിച്ച് കിടക്കുകയാണ്. കാരണം ഇവിടെ അത്ര വലിയ ഫങ്ഷൻസ് ഒന്നും നടക്കാറില്ല എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള കാരണം. കണ്ടോ, ഇതാണ് അല്ലേ. ഇതിൽ ഫോട്ടോ എടുക്കാനും വന്ന് വലിയ ഗ്രൂപ്പായിട്ടൊക്കെ വരുന്ന ആളുകൾക്ക് വരികയാണെങ്കിൽ നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പ്രോഗ്രാമൊക്കെ അവതരിപ്പിക്കാനൊക്കെ ഒന്നായിരിക്കും. ഇതാണ് നമ്മൾ ഡാമിൻ്റെ മുകളിലേക്ക് ഈ ഗേറ്റിൽ കൂടെയാണ് എൻ്റർ ചെയ്യുന്നത്. യെസ്, ഞാൻ വിചാരിച്ച പോലെയല്ല, ഡാമിൽ അത്ര വെള്ളമില്ല. ഇത്രയൊക്കെ മഴ പെയ്തിട്ടുണ്ടോ? വെള്ളമാവണം. ഇത് വളരെ കുറവ് വെള്ളമേ ഉള്ളൂ. കാരണം ഇവിടെ ജലസേചന പദ്ധതികളുടെയൊക്കെ ഭാഗമായിട്ടുള്ളത് കൊണ്ട് തന്നെ ഇതിന് ഷട്ടർ ഉള്ളതുകൊണ്ട് അത് തുറന്ന് വേനൽക്കാലത്ത് വെള്ളം സപ്ലൈ ചെയ്തുകൊണ്ടാണ് ഇതിലിപ്പോൾ വെള്ളം കുറവ്. അപ്പോൾ നല്ല ഭയങ്കര ലുക്കാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ലെഫ്റ്റിൽ ഡാമും റൈറ്റിൽ നിറച്ച് മരങ്ങളും ഒക്കെ ആയിട്ട് നല്ല ഭംഗിയായിട്ട് ഈ ഡാം നമ്മൾ ഈ നടക്കുന്ന സ്ഥലം മുഴുവൻ മണ്ണുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു വലിയ ബൗണ്ടറിയാണ് ഡാമിൻ്റെ. അതാണ് പണ്ട് മണ്ണ് വെച്ചുണ്ടാക്കിയുള്ള ഡാം എന്ന് പറയാൻ കാരണം. അത്രയധികം മണ്ണ് കൊണ്ടുവന്ന് കൂട്ടിയിട്ട് അതിൽ വർക്ക് ചെയ്തിട്ടാണ് ഈ ഡാം ഉണ്ടാക്കിയിട്ടുള്ളത്. കണ്ടോ, നല്ല ഭംഗിയാണ് ഈ ഡാം മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ. നമുക്ക് മുന്നോട്ട് പോകാം. ഇതിപ്പോൾ ഡാമിൻ്റെ ഏകദേശം ഒരു സെൻറ്ററിൽ നിന്നുള്ള വ്യൂ ആണ്. അവിടെ നിന്ന് ആരോ ഒരു തോണിയിൽ വരുന്നുണ്ട് കേട്ടോ, 1-2 പേരുണ്ട്. അവർ ഈ മീൻ പിടിക്കാനൊക്കെ ഉള്ള ആളുകളായിരിക്കും. ഇവിടെ ഡാമിൻ്റെ തന്നെ ഏരിയയിൽ മീനൊക്കെ പിടിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് അടിയിൽ തോണികളൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷേ അത്ര വലിയ തിരക്കില്ല, എന്നാലും നല്ല തിരക്കുണ്ട് സത്യം പറഞ്ഞാൽ. ഇന്ന് സാറ്റർഡേ ആണ്. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മൾ പോകുന്ന വഴി. കുറച്ച് നല്ല ഭംഗിയായിട്ട് നടക്കാം. ഒരു ചെറിയ വർക്കൗട്ട് പോലെ നടക്കും. കാരണം ഇതൊരു 1/2 കിലോമീറ്റർ മേലെ നമുക്ക് ഈ ഡാം മാത്രമുണ്ട്. ഇങ്ങനെ നടന്നു പോകണം. അവന്മാരെവിടെ എത്തി നോക്കാം. അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. 2 പേര് സാധാരണ ഒരു വഞ്ചിയിൽ തുഴഞ്ഞ് വരികയാണ്. അതൊക്കെ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഓക്കെ, സോ ഈ ഡാമിൽ ശരിക്കും കുറേ സ്ഥലത്ത് വ്യൂ പോയിന്റ്സ് പോലെ ബ്രിഡ്ജൊക്കെ വെച്ചിട്ടുണ്ട്, പക്ഷെ അതൊന്നും ഫങ്ഷൻ ചെയ്യുന്നില്ല കേട്ടോ. അപ്പോൾ ഈ കാണുന്ന അവരിവിടെ എത്തിയല്ലേ, ഏകദേശം അടുത്തേക്ക് എത്തി തുടങ്ങി. ഓക്കെ, ഭയങ്കര ബ്യൂട്ടിഫുൾ സീനാണിത് സത്യം പറഞ്ഞാൽ. നല്ല ഭംഗിയായിരിക്കണം. എപ്പോഴും നമുക്ക് കാണാൻ പറ്റില്ല. ഇങ്ങനെ വന്നപ്പോൾ ഇങ്ങനെ ഡാമിൽ വഞ്ചി തുഴഞ്ഞു പോകണം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. സാധാരണ ബോട്ടും സാധനങ്ങളൊക്കെയാണ് ഉപയോഗിക്കാറ്. കണ്ടോ, 2 പേരുണ്ട്. അവരെത്തി. അതിൽ കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, വേറെ എന്തോ കാര്യത്തിന് പോയിട്ടുള്ളതാണെന്ന് തോന്നുന്നു. ഗുഡ്, ഇനി നമുക്ക് മുന്നോട്ട് നടക്കാം. ഓക്കെ, ഇതാണ് ഡാമിൻ്റെ. ഇത് നമ്മൾ സത്യം പറഞ്ഞാൽ മുകളിലാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മളുടെ ഗാർഡൻ വിത്ത് ചിൽഡ്രൻസ് പാർക്ക് ഉള്ളത്. ലെഫ്റ്റ് സൈഡ് ഡാം.
ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഡാമിൻ്റെ അതേ താഴ്ചയിൽ തന്നെയാണ് ഗാർഡനും, അതിനെക്കാട്ടും താഴ്ചയിലാണ് ഗാർഡനും കുട്ടികളുടെ കളിക്കാനുള്ള സ്ഥലമൊക്കെ ഉള്ളത് കേട്ടോ. ഇതാണ് നല്ല ഭംഗിയായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സംഭവം. കാരണം കേട്ടോ, നല്ല ഗാർഡനൊക്കെ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു സ്വിമ്മിംഗ് പൂൾ മാതിരി എന്തോ അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കുറച്ച് നാളുകൾക്കുള്ളിൽ അതൊക്കെ ഫങ്ഷൻ ആവും. ഇതിൻ്റെ ഒരു ഭംഗി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് അത്ര ഹൈലി മെയിൻറ്റൈൻഡ് അല്ലെങ്കിലും വൃത്തിയാണ്, നല്ല ഭംഗിയാണ്. പിന്നെ നമുക്കൊരു ഒരു എന്താ പറയുക, ഒരു പഴയ ഒരു ഡാമിൻ്റെ ഫീലിങ്സ് കിട്ടും. കാരണം ഇത് 1962 ഡാമാണ്. അപ്പോൾ നിങ്ങൾക്ക് ആലോചിച്ചറിയാം എത്ര വർഷമായിരുന്നു അല്ലേ. അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ഒരു 13-14 വർഷത്തിന് ശേഷം ഉണ്ടാക്കിയ ഡാമാണിത്. അപ്പോൾ അത്രയും പഴക്കമുണ്ട്. ഇത് ഈ വടക്കാഞ്ചേരി ഏരിയയിലും ഇവിടുന്ന് കേച്ചേരി വരെയുള്ള സ്ഥലങ്ങളിലുള്ള പാടശേഖരങ്ങളിലും കുടിവെള്ളത്തിനും ഒക്കെ ഇവിടുത്തെ ഈ ഡാമിലത്തെ വെള്ളമാണ് ഉപയോഗിക്കുന്നത്. അവിടെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലാൻഡ്സ്കേപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് അങ്ങോട്ട് പോകുമ്പോൾ മുന്നോട്ട് പോകാം. ഇതാണ് അതിൻ്റെ ഒരു വേറൊരു വ്യൂ സെൻറ്റർ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു മാസമൊക്കെ ആകുമ്പോഴേക്കും ഇതൊക്കെ നിറച്ച് വെള്ളമാവും കേട്ടോ. ഈ കാണുന്ന സ്ഥലങ്ങളും നമ്മൾ കാണില്ല, ഇതൊക്കെ ഫുൾ കവർ ചെയ്യും. കാരണം കാലവർഷം നല്ല ശക്തിയായിട്ട് ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ വെള്ളം വരണേ ഉള്ളൂ. സാധാരണ ഈ കാട്ടിലൊക്കെ വെള്ളം വരാൻ കുറച്ച് സമയം എടുക്കും. കാട്ടിലൊക്കെ നല്ലതായി നനവ് വന്ന് വെള്ളം ഒഴുകിയെത്തണം. ഇതാണ് ഞാൻ പറഞ്ഞ ആ ലാൻഡ്സ്കേപ്പ്. പിന്നെ നമ്മളുടെ ഗാർഡൻ കേട്ടോ, ഇതാണ് കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട് വിത്ത് ഗാർഡൻ. അപ്പോൾ അത്യാവശ്യം ഒരു ഫാമിലിക്ക് ഒരു ദിവസം വന്ന് ഒരു നല്ല രീതിയിൽ സ്പെൻഡ് ചെയ്യാൻ പറ്റും. ഇത് മറ്റൊരു വ്യൂ പോയിന്റ് ആണ് ഇപ്പോൾ നമ്മൾ ലെഫ്റ്റിൽ കണ്ടത്. പക്ഷെ അതൊന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല, അതൊക്കെ ക്ലോസ്ഡ് ആണ്. അല്ലെങ്കിൽ വെള്ളമുള്ള സമയത്ത് നമുക്ക് അതിലൂടെ പോയിട്ട് ഫോട്ടോ എടുക്കാനൊക്കെ ആയിട്ടുള്ള പോയിന്റ്സ് ആണ്. പക്ഷെ ആരും മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഏറ്റവും വലിയ പ്രശ്നം. ഇപ്പോൾ നമ്മൾ ഏകദേശം ഡാമിൻ്റെ ഇപ്പുറത്തെ എൻഡിലേക്ക് എത്തി കണ്ടോ. ഇതൊരു ബ്യൂട്ടിഫുൾ സെൽഫി പോയിന്റ് ആണ്. അവിടെ നടുക്കിൽ വരെ പോകാം. പക്ഷേ ഇവിടെ ഈ വരുന്ന സ്ഥലത്തിൻ്റെ ഗേറ്റ് ക്ലോസ്ഡ് ആണ്. ഇത് അവിടുത്തെ ഒരു ബിൽഡിംഗ് എന്തോ മ്യൂസിയം പോലെയൊക്കെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ നേരെ കാണുന്നതാണ് ഞാൻ പറഞ്ഞ നമ്മളുടെ ഒരു റെഗുലേറ്റർ വെച്ചിട്ടുണ്ട് അവിടെ. കാരണം വെള്ളം ആവശ്യത്തിന് തുറന്നു വിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഷട്ടറും കാര്യങ്ങളാണ് ഇപ്പോൾ ഈ മുന്നിൽ കാണുന്ന ഇതിൽ കാണാനുള്ളത്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. ഓക്കെ, ഇത് ഇവിടുത്തെ എന്തൊക്കെയോ ഉണ്ടാക്കിയ സമയത്തുള്ള സംഭവങ്ങളാണ്. പിന്നെ അതിനുശേഷം ഒന്നും ഇതിലൊന്നും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഈ ലെഫ്റ്റിൽ കാണുന്ന ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ വെറുതെ കിടന്ന് നശിച്ചു പോവാണ്. ഇതാണ് നമ്മൾ പറഞ്ഞ റെഗുലേറ്ററിൻ്റെ ഉള്ളിലത്തെ വശം. ഓക്കെ, ഡാം സൈഡ് നമുക്ക് കാണാൻ പറ്റില്ല. കാരണം കേട്ടോ, അപ്പുറത്തെ സൈഡിൽ നിന്നും കാണാൻ നേരിട്ട്. ഇതാണ് റെഗുലേറ്ററിൻ്റെ ഈ ഷട്ടർ പൊന്തിക്കാനും താഴ്ത്താനും ഇതൊക്കെ വർക്കിംഗ് ആണ്. കാരണം എന്താ വെച്ചാൽ 1962 പണിതിട്ട് ഇപ്പോൾ 2025 ഇപ്പോഴും വാട്ടർ സപ്ലൈ നടക്കുന്നത് ഈ വഴിക്ക് തന്നെയാണ്. ഈ ഏരിയയിലൊക്കെ മെയിനായിട്ട് കൃഷിക്കും കുടിവെള്ളം വേനൽക്കാലത്ത് മൊത്തം ഇവിടെ നിന്നാണ്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഉണ്ട്, അവിടെ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ് ഉണ്ട്. അത് ഇവിടുത്തെ ഒരു വലിയ അട്രാക്ഷനാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളമുള്ള സമയത്താണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഭംഗിയായിട്ട് കാണാമായിരുന്നു. ഇതിൻ്റെ അടിയിലേക്ക് നമുക്ക് ഇറങ്ങിപ്പോകാൻ സ്റ്റെപ്പ് ഉണ്ട് കേട്ടോ. കുറച്ചും കൂടി മുന്നിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ഷട്ടറിന് സമാന്തരമായിട്ട് നമുക്ക് ഇറങ്ങിപ്പോയിട്ട് ഈ ഹാങ് ബ്രിഡ്ജിൽ കയറാൻ പറ്റും. ശരിക്കും കുറച്ച് ഒരു 15 days ഒക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും അവിടെ വെള്ളമൊക്കെ തുറന്നു വിടാനുള്ള കണ്ടീഷനായി ഉണ്ടായിരിക്കും. അപ്പോൾ ഇതാണ് നമുക്ക് താഴത്തേക്ക് ഇറങ്ങാനുള്ള ഒരു പടികളൊക്കെ ഉണ്ട് അവിടെ കേട്ടോ. നമ്മുടെ റൈറ്റ് സൈഡിൽ കാണുന്നത് ആ വെള്ളം പോകുന്ന സ്ഥലമാണ്. ഫുൾ പാറയാണ്. പാറ വെട്ടി എടുത്ത് അവിടെ ഷട്ടർ വെച്ചിട്ടാണ് ഇതിൽ കൂടെ വെള്ളം വിട്ടുകൊണ്ടിരിക്കുന്നത്. ശരിക്കും വെള്ളം പോകുന്ന സമയത്താണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഒരു വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ അത്രയും അടുത്തു കൂടെ ആയിരിക്കും നമ്മൾ പോവുക. പക്ഷേ നമുക്ക് ഭാഗ്യമില്ല. കാരണം അവിടെ വെള്ളമില്ല. സത്യത്തിൽ വെള്ളം തുറന്നു വിടണം. അല്ലെങ്കിൽ നല്ല മഴ പെയ്ത് ഫുള്ളായി വരുമ്പോൾ അതിൻ്റെ ഓവർഫ്ലോ വന്നിട്ടായാലും നമുക്ക് ഇതിലുള്ള വെള്ളം വരും. നമുക്ക് കാണാം. ഇതാണ് ഇതിൻ്റെ ഷട്ടേഴ്സ് കേട്ടോ. ഇതിപ്പോൾ 4 ഷട്ടേഴ്സാണ് ഉള്ളത്. ഇത് ശരിക്കും വേനൽക്കാലത്ത് ഇവർ ഇവിടുന്ന് ഓപ്പൺ ചെയ്തിട്ടാണ് ഇവിടെ ഏരിയയിലേക്ക് മൊത്തം കനാൽ വഴിക്ക് വെള്ളം എത്തിക്കുന്നത്. ഫുള്ള് റോക്ക് ഫോർമേഷനാണ് കേട്ടോ. മൊത്തം പാറയാണ്. പക്ഷേ ഉള്ളിലേക്കൊന്നും കിടക്കാൻ പാടില്ല, ഭയങ്കര ഡേഞ്ചറാണ്. ഇനിയിപ്പോൾ നമുക്ക് പാറയൊക്കെ വെട്ടിപ്പൊളിച്ച് ആ രൂപത്തിലാക്കില്ല. പക്ഷെ നല്ല ഭംഗിയായിരിക്കും. ശരിക്കും വെള്ളം വരുന്ന സമയത്താണെങ്കിൽ ഇവിടെ നിന്നൊക്കെ ഒരു ഫോട്ടോ ഒക്കെ എടുക്കാനും അടിപൊളിയായിരിക്കും. ഇനി നമുക്ക് ബ്രിഡ്ജിലേക്ക് പോകുന്ന വഴിയാണ്. ഈ ഹാങ് ബ്രിഡ്ജിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇത് ഇവിടുത്തെ ഒരു വലിയ അട്രാക്ഷനാണ്. പക്ഷേ ഇപ്പോൾ വെള്ളമില്ലാത്ത കാരണം നമുക്ക് അത്രയും അങ്ങോട്ട് എഫക്റ്റീവായിട്ട് തോന്നില്ല. എങ്കിലും നല്ല
മരങ്ങൾ ഒരു കാടിൻ്റെ ഉള്ളിൽ പോണ ഒരു വലിയ ഫീലിങ്സ് തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ കണ്ടത്. അപ്പോൾ നമുക്ക് സ്റ്റെപ്സാണ് മുകളിൽ. ഞാൻ അധികം ഗുസ്തി പിടിക്കാൻ അവിടെ കുറേ ആളുകളൊന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് നമുക്ക് അവരെ ഡിസ്റ്റർബ് ചെയ്യാണ്ട് എടുക്കുക എന്നുള്ളൊരു ഇതായിരുന്നു. ഇതാണ് നമുക്ക് ഷട്ടറിൻ്റെ വ്യൂ ഇവിടെ നിന്ന് നോക്കുമ്പോൾ. അവിടെ കുറേ മരങ്ങളൊക്കെ അങ്ങനെ ഉള്ളിലേക്ക് വന്നിട്ട് കണ്ടാൽ നല്ല ഭംഗിയാണ്. ശരിക്കും ഒരു നല്ല ഷൂട്ടിംഗ് പ്ലേസ് ഒക്കെ ആയിട്ടൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു നല്ല സ്ഥലമാണത്. അതിപ്പോഴും കിട്ടാൻ പാടാ. ഇനി ഇവരുടെ അടുത്ത് പോയിട്ട് അവരെ അപ്പുറത്ത് കടന്ന് നമുക്ക് എടുക്കാം. ഓക്കെ, കണ്ടാ. അപ്പം അതിൽ വെള്ളം വരികയാണെങ്കിൽ എന്ത് ഭംഗിയായിരിക്കും നോക്കൂ. അത്രയും സൂപ്പറായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇത് ഇപ്പുറത്തെ സൈഡ്. ആ വെള്ളം ഇവിടെ ഉള്ള വെള്ളം കെട്ടിക്കിടക്കുന്നതാണ് മഴ പെയ്തിട്ട്. അല്ലെങ്കിൽ ശരിക്കും നമുക്ക് ഇത് ഷട്ടർ തുറന്ന സമയത്താണ് ഇതിലൂടെ വെള്ളം നല്ല വെള്ള കളറിൽ ഒഴുകി പോകണമെന്ന് നമുക്ക് നന്നായിട്ട് കാണാൻ പറ്റും. കാരണം ആ പാറയിൽ നിന്നൊക്കെ വരുമ്പോൾ നിറച്ച് പതഞ്ഞ് വെള്ളത്തിൻ്റെയൊക്കെ ലുക്കേ മാറും. നല്ല അടിപൊളി ലുക്കായിരിക്കും കേട്ടോ. ഇതിൽ 20 പേരാണ് കപ്പാസിറ്റി ഇതിൽ ഒരു സമയത്ത് കയറാനുള്ളത്. ഇവിടെ ആരെങ്കിലും അത് ശ്രദ്ധിക്കേണ്ടോന്ന് അറിയില്ല. മെയിൻറ്റെയിൻ ചെയ്യണ്ടെങ്കിൽ നല്ലതാണ്. ഇത് ഇരുമ്പിൻ്റെ പാലായതുകൊണ്ട് തന്നെ അത്യാവശ്യം മെയിൻ്റനൻസ് ഒക്കെ ആവശ്യമുള്ളതാണ്. ഇതാണ് നമ്മളുടെ ഷട്ടർ. അതാണ് ഇവിടുത്തെ മെയിൻ വൺ മോർ അട്രാക്ഷൻ, ഹാങ്ങിങ് ബ്രിഡ്ജ്. ഈ ഫാമിലിയും ഫ്രണ്ട്സൊക്കെ ആയിട്ട് വരികയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഒരു ദിവസം സ്പെൻഡ് ചെയ്യാനൊക്കെ ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. നമുക്ക് ഫുഡൊക്കെ കൊണ്ടുവന്ന് ഇരിക്കാൻ ചെയ്യുന്നത്. ഇനി നമ്മൾ ചെല്ലണത് ഒരു ഇവിടെ നിന്ന് തന്നെ ഇത് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഞാൻ ഓപ്പോസിറ്റിൽ നിന്ന് എടുത്താണ്. ഇത്രയ്ക്കും വലുതാണ് ഇവിടുത്തെ ബ്രിഡ്ജ്. ഓക്കെ, ഇനി നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ ഇതൊക്കെ ഗാർഡനാണ്. പക്ഷെ വലിയ രീതിയിൽ കുറേ പൂക്കളൊന്നും വെച്ച് സെറ്റ് ചെയ്തിട്ടൊന്നുമില്ല. ഇവിടെ കുറേ മരങ്ങൾ പണ്ടെന്തൊക്കെ ഉണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ അവരൊരു വഴി ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ നല്ല സിമ്പിളാണ്. നമുക്ക് എവിടെയും ഇരിക്കാം. ഇഷ്ടം പോലെ സ്ഥലമാണ്. എവിടെ വേണമെങ്കിൽ ഇരിക്കാം. എല്ലായിടത്തും ഇരിക്കാനുള്ള സൗകര്യമുണ്ട്. തറകളുണ്ട്. അപ്പോൾ ഇങ്ങനെ ഇതിൽ കൂടെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ എവിടെ എത്തും? നമ്മൾ നേരെ ഈ ഇതിൻ്റെ മെയിൻ ഗാർഡൻ ഏരിയ, അതായത് സെറ്റ് ചെയ്തിട്ടുള്ള ഗാർഡൻ വിത്ത് പ്ലേ ഗ്രൗണ്ട്, കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ ഒക്കെ കൂടിയിട്ട് ഉള്ള സ്ഥലമാണ് അടുത്ത് വരാൻ പോകുന്നത്. അവിടെ അത്ര വലിയ കാര്യമായിട്ട് എക്യുപ്മെൻറ്റ്സ് ഒന്നുമില്ല. എന്നാലും കുറേ സ്ഥലത്ത് ഈ പോകുന്ന വഴിക്ക് തന്നെ ഊഞ്ഞാലുകൾ ഇട്ടുണ്ട്. അപ്പോൾ കാരണം ഇവിടെ അധികം തിരക്കില്ലാത്തൊരു സ്ഥലമായതുകൊണ്ട് തന്നെ ആളുകൾക്ക് വന്ന് എൻജോയ് ചെയ്യാനൊക്കെ നല്ല രസമായിരിക്കും. ഇതവിടുന്ന് ചെറിയ വരുമ്പോൾ ആ ഡാമിൽ നിന്ന് വരുന്ന ലീക്ക് വാട്ടറൊക്കെ വരുമല്ലോ, ഒഴുകി വരുന്ന മാതിരി. ആ സീഫേജൊക്കെ കടത്തി വരുന്ന വേറൊരു ചെറിയ വാട്ടർ ബോട്ടിയാണ് ഇത്. ഇവിടെയും ഷട്ടറൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ നേരെ കുറേ സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ആ ഹാങ് ബ്രിഡ്ജിൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ അടിയിൽ സ്റ്റെപ്പ് ഇറങ്ങി വരണം. ഒരു 3-4 സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് വരണം ഇവിടേക്ക് എത്തണമെങ്കിൽ. ഇനിയാണ് നമ്മൾ പറഞ്ഞ ഈ ഗാർഡൻ ഏരിയ. ഗാർഡൻ ശരിക്കും അവർ മെയിൻറ്റെയിൻ ചെയ്ത് വരണേ ഉള്ളൂ. ഈ മഴ ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് ചെടികളൊക്കെ ഉണ്ടായി നിൽക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ വെട്ടുന്നൊക്കെ ഉണ്ട്. അപ്പോൾ നല്ല പഴയ രീതിയിൽ ഈ എന്താ ബുഷൊക്കെ വെട്ടി നിർത്തിയിട്ടുള്ളതൊക്കെ നമുക്ക് കാണാം. ഇവിടെ കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട്. പിന്നെ കുറേ എന്താ പറയുക, കുടകൾ പഴയ കാലത്ത് ചെയ്തിട്ടുള്ളതാണ് ഇവിടുത്തെ പ്രതിമകളൊക്കെ. കാരണം ഇതേ സെയിം പാറ്റേൺ നമുക്ക് ബീച്ചിൽ പോയാലും കാണാൻ പറ്റും. അപ്പോൾ ആ സമയത്ത് ബീച്ചും വാഴാനിയൊക്കെ പഴയ ഡാമുകളാണ് കേട്ടോ. ഗാർഡനൊക്കെ നല്ല ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഗ്രൂപ്പൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് എൻജോയ് ചെയ്യാൻ അത്യാവശ്യം ഏരിയ ഉണ്ട്. പിന്നെ വലിയ സ്ലൈഡും എന്താ പറയുക, വാട്ടർ സ്ലൈഡ് അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല എന്നുള്ള. കുട്ടികൾക്കുള്ള സ്ലൈഡ്സൊക്കെ നമുക്ക് ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റും. വലിയ രീതിയിലല്ല എങ്കിലും കുട്ടികൾക്ക് അത്രയൊക്കെ മതി. 2-3 സ്ലൈഡ്സും എന്താണ് പറയുക, സ്വിങ് ഉണ്ട്. പിന്നെ ഇവരെന്തൊക്കെയോ പൂളിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മൾ പോണ വഴി ഇതാണ് കുട്ടികളുടെ പ്ലേ ഏരിയ കേട്ടോ. കുട്ടികളും വലിയവരൊക്കെ ഊഞ്ഞാലാടനൊക്കെ ഉണ്ട് അവിടെ. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ. കുട്ടികൾക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം കയറിയിരിക്കുന്ന വലിയ ആളുകളായിരിക്കും. ഇത് ഇവിടെ ഒരു വാട്ടർ ബോഡി. പിന്നെ നല്ല ഭംഗിയിൽ ഇപ്പോഴും വെട്ടി തുടങ്ങിയിട്ടേ ഉള്ളൂ തോന്നട്ടെ. ബുഷൊക്കെ വെട്ടി നിർത്തി. കാരണം ഇത് ഈ വെക്കേഷൻ സമയമായതുകൊണ്ട് തന്നെ കുറച്ച് നാളത്തേക്കും കൂടി ആയി. ഈ ആഴ്ച കഴിഞ്ഞു. എന്നാലും മഴക്കാലം ആരംഭിക്കുന്നതോടുകൂടി ആളുകൾ വരാതാവും. കാരണം ഇവിടെയൊക്കെ കുറച്ച് സ്ലിപ്പറിയൊക്കെ ആയി വഴി. ഇതാണ് നമ്മളുടെ ഈ ഗാർഡൻ ഏരിയ എന്ന് പറയുന്നത് കേട്ടോ. പക്ഷെ നല്ല ഭംഗിയായിട്ട് ഒരു ക്ലീൻ ആക്കിയിട്ട് കുറച്ച് പേവ് ചെയ്തിട്ടുള്ള മീൻസ് നടക്കാനുള്ള വഴികളൊക്കെ ടൈൽസൊക്കെ ഇട്ട് അടിപൊളിയാക്കിയിട്ട്. അതുകൊണ്ട് നമുക്ക് വലിയ എക്സ്പെക്റ്റേഷൻ ഒന്നും വേണ്ട. പക്ഷെ നിങ്ങൾ നല്ല ഭംഗിയായിട്ട് പ്രകൃതിയെ ആസ്വദിക്കാൻ, കണ്ടിരിക്കാൻ, കുറച്ച് നേരം കൂടെ ആളുകളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണെങ്കിൽ ഇവിടേക്ക് വരൂ. താങ്ക് യു ഫോർ